അങ്ങനെ ഭഗവാന്റെ തത്വം അറിയുമ്പോൾ, അതാണ് മദ്ഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ. തിരിച്ചു മനസ്സിലാക്കണം, ഈ പദം അറിയണമെങ്കിൽ ആരായിരിക്കണം? മദ്ഭക്തനായിരിക്കണം. ഭഗവത് ഭക്തി പരമമായ ഭാവത്തിലെത്തുമ്പോൾ മാത്രമേ ജിജ്ഞാസ ഉണരുകയുള്ളൂ. അത് പരമമായ ഭാവത്തിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ പരമമായ ഭക്തനും പരമമായ ജ്ഞാനിനും, അതായത് പരമഭക്തനും പരമജ്ഞാനിയും ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വേറെ യാതൊരു സംശയങ്ങളും പിന്നെ ഇല്ലാതെയാകുന്നു. ആർക്കാണ് പിന്നെ ഈ സംശയം ഉണ്ടാകുക? മദ്ഭക്തി വിമുഖന്മാർ. നിർദ്ദേശവാക്യം 2 പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ. നിർദ്ദേശവാക്യം. ഉപദേശവാക്യം തത്വമസി. അനുഭവവാക്യം അഹം ബ്രഹ്മ അസ്മി. അപ്പോൾ ഭഗവത് തത്വം അറിയാനുള്ള വഴി മഹാവാക്യാർത്ഥ വിചാരം ചെയ്യണം. അതിന് ഗുരുകാരുണ്യമുണ്ടാവണം. ആ ഗുരുകാരുണ്യം കൊണ്ട് അർത്ഥവിചാരം ചെയ്ത് ഭഗവത് തത്വത്തെ അറിയണം. ആരെ? മദ്ഭക്തൻ. അതൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞ് പറയുന്നു, മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. അവര് പിന്നെ ഭഗവാനെ അറിയലില്ല എന്നർത്ഥം. അറിയുക എന്ന് പറയുമ്പോൾ എന്താ സൂചിപ്പിക്കുക? ഞാൻ ജനാർദ്ദനൻ ചേട്ടനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അറിയുന്ന ഒരു ഞാനുണ്ട്, അറിയപ്പെടുന്ന അദ്ദേഹമുണ്ട്, ഞങ്ങൾ തമ്മിൽ അറിവ് എന്നൊരു ബന്ധവുമുണ്ട്. ഇതിനെയാണ് ശാസ്ത്രത്തിൽ ത്രിപുടി എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രപഞ്ച അനുഭവങ്ങളിൽ മുഴുവൻ ഈ ത്രിപുടിയുണ്ട്. ആലോചിച്ച് നോക്കുകയുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന ഭാര്യ, അപ്പൊ സ്നേഹിക്കുന്ന ഞാനുണ്ട്, സ്നേഹിക്കപ്പെടുന്ന ഭാര്യയുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിലും സ്നേഹമുണ്ട്. ത്രിപുടി. പ്രപഞ്ചത്തിലുള്ള ഏത് അനുഭവം നോക്കിക്കോളൂ, അവിടെ അനുഭവിക്കുന്ന ഞാനും അനുഭവിക്കപ്പെടുന്ന മറ്റെന്നോ പിന്നെ അനുഭവം എന്ന ബന്ധവും. ഈ ത്രിപുടി അവസാനിക്കുന്നത് എവിടെയാണ്? അത് തന്നെയാണ് ഇത് എന്നറിയുന്നു. നന്നായിട്ട് ചിന്തിച്ചുറപ്പിക്കൂ. ഈ ചിലർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ തോന്നി, ഇതൊക്കെ സാധ്യമാണോ? വെറുതെ പറയലല്ലേ? അല്ല, ശാസ്ത്രം ഉറപ്പിച്ച് പറയുന്നു. എന്താ ഭഗവാൻ പറഞ്ഞത്? മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. അവിടെ എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞോ? നിങ്ങളൊക്കെ ബ്രാഹ്മണരായിരിക്കണം, അല്ലെങ്കിൽ നായരും നമ്പൂരിയായിരിക്കണം, അല്ലെങ്കിൽ ഗുരുവായൂർ മാത്രം ജനിച്ചവർക്ക് മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് പാർശ്വസാരഥി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ളവർക്കാണ്. എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ നോക്കൂ. ടോട്ടലി അൺകണ്ടീഷണൽ പ്രോമിസാണ് ഭഗവാൻ തരുന്നത്. ഇങ്ങനെ തന്നെ ഉറപ്പിക്കൂ. ആർക്കാണോ ഇത് സാധിക്കുന്നത്? നമ്മൾ ഭഗവത്ഗീതയിൽ എപ്പോഴും പറയില്ലേ, യഹ എന്ന യൂണിവേഴ്സൽ പ്രൊനൗൺ. സാർവജനീനവും സാർവകാലികവും സാർവലൗകികവുമായ പ്രയോഗമാണ് ഭഗവാന്റെ ഗീതയിലെ യഹ എന്നർത്ഥം. അപ്പൊ ഇവിടെ ആകെ പറഞ്ഞത് എന്താണ്? ഭക്തനായിരിക്കണം, ശിഷ്യനായിരിക്കണം, ഗുരുവിന്റെ വാക്യങ്ങളെ വിചാരം ചെയ്ത് ഉറപ്പിക്കാൻ കഴിയണം. വേറൊന്നും ആവശ്യമില്ല എന്നർത്ഥം. ചണ്ഡാലോസ്തു ദിജോസ്തു ഗുരുരിത്യേഷാ മനീഷാം മമ. ആചാര്യസ്വാമികളുടെ മനീഷാ പഞ്ചകം. ഈ തത്വം ബോധിച്ചത് ആരാവട്ടെ, ചണ്ഡാലോസ്തു ദ്വിജോസ്തു, ചണ്ഡാലനാവട്ടെ ബ്രാഹ്മണനാകട്ടെ, സതു, ആ ആളാണ് ശരിയായ ഗുരുനാഥൻ. ഏഷാ മനീഷാ മമ. അവിടെ വേറെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. ഒരു തരത്തിലും ഇതിനെ ആർക്കും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല, ആർക്കും നിഷേധിച്ചിട്ടുമില്ല. ഉറപ്പിച്ചു വെക്കൂ എന്നർത്ഥം.
അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ, ഏത് ഞങ്ങൾക്ക് മാത്രമാണ് ഇത് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നോ അല്ല ഞങ്ങൾക്ക് നിഷേധിച്ചിട്ടുണ്ട് എന്നോ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവരൊക്കെ മൂഢസ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കൂ. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ഗീതയിൽ ഉറപ്പ് പറയുന്നു ഭഗവാൻ. യഹാ യേ, ആർക്കാണ് ഇത് സാധിക്കുന്നത്? അവർക്കൊക്കെ എൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അഗ്നിയുടെ ചൂട് എങ്ങനെയാ അറിയാൻ സാധിക്കുക? അഗ്നിയിൽ നിന്ന് വളരെ മാറിയിരിക്കുന്നവർക്കാണോ അഗ്നിയുടെ അടുത്തേക്ക് വരുന്നവർക്കാണോ? അപ്പൊ അഗ്നിയുടെ അടുത്തേക്ക് വന്നവർക്ക് ചൂട് കിട്ടി, മാറി നിന്ന് എനിക്ക് ചൂട് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം ഇല്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നത്. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് വളരെ അടുത്ത പ്രിയമാണ്. ഈ വാക്ക് ഭഗവാൻ 12ാം അധ്യായത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, 13ാമത്തെ ശ്ലോകം മുതൽ. യോ മദ്ഭക്ത സമേ പ്രിയ. ഭഗവാൻ പ്രിയമൊന്നുമില്ല അപ്രിയമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ആ അഗ്നിയോട് ചോദിച്ചു നോക്കൂ, എനിക്ക് ഇവരെയൊക്കെ പ്രിയമാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരാണോ എൻ്റെ അടുത്തേക്ക് വരുന്നത് അവർക്ക് എൻ്റെ ചൂട് കിട്ടുന്നു എന്നതുപോലെ ഗുരുദാസൻ പറഞ്ഞു തന്ന മറുപടിയാണ്. അതുപോലെ ഭഗവാൻ പ്രിയം എന്ന് പറഞ്ഞത് മറ്റു തരത്തിലുള്ള പ്രിയമൊന്നുമല്ല. ഇവന് 70 കിലോ സ്വർണം എനിക്ക് തുലാഭാരമായിട്ട് സമർപ്പിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് അയാളോടൊരു പ്രത്യേക പ്രിയം. ആ പ്രിയമല്ല ഭഗവാൻ ഇവിടെ ഗീതയിൽ ഉപയോഗിച്ചത്. യേ യഥാ മാം പ്രപദ്യന്തേ. നാരായണ. മദ്ഭക്തനായുള്ളവനി പദമറിയുമ്പോൾ ഭഗവത് തത്വത്തെയാണ് ഉൾക്കൊള്ളേണ്ടത്, അറിയേണ്ടത്. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇന്നലെ നമ്മൾ പറഞ്ഞു, പലപ്പോഴും ഭഗവാന്റെ ഈ എന്താ പറയാ പ്രോമിസ്, വാഗ്ദാനം നമുക്ക് കാണാൻ കഴിയും. എന്ത്? ഇല്ല ദ ബെസ്റ്റ് ഗ്യാരണ്ടി പോസിബിൾ. ഉറപ്പിച്ച് പറയാണ് ഇത് സാധിക്കും, സംശയമേ ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് പലപ്പോഴും ഇപ്പോഴും സംശയമാണ്. സംശയാത്മാവിനശ്യതി എന്നൊക്കെ ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഗീതയിൽ. ഈ ഡൗട്ടിങ് തോമസ് എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരുണ്ടല്ലോ, അവർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? വിനശ്യതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവരുടെ കാര്യം പോക്ക് തന്നെ എന്നുള്ള നമ്മുടെ സാധാരണ ഫ്രേസ് പറയാനല്ല, പിന്നെ അവർക്കൊരിക്കലും ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല. മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട പരമമായ ലക്ഷ്യം അവർക്ക് മിസ് ചെയ്യുന്നു. മദ്ഭാവം പ്രാപിച്ചിടും. അപ്പോൾ ഭഗവത് തത്വത്തെ അറിഞ്ഞവരൊക്കെ ആരായിത്തീരുന്നു? ഭഗവത് സ്വരൂപികളാകുന്നു. ആ സ്വരൂപം തന്നെയാ. അതാണ് രാവിലെ സൂചിപ്പിച്ച ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത് ഒരു വിശേഷപ്പെട്ട വിത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതൊന്നുമല്ല. ബ്രഹ്മവിത് ബ്രഹ്മത്തെ അറിഞ്ഞവൻ, ബ്രഹ്മൈവ ബ്രഹ്മം ഏവ ബ്രഹ്മം തന്നെയായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ഞാൻ ഭഗവാനെ അറിയുന്നു എന്ന പ്രസ്താവന പാരമാർത്ഥിക തലത്തിൽ ശരിയല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഇനിയിപ്പോ ലക്ഷണോപദേശമൊക്കെ വരുമ്പോൾ നമ്മൾ കാണും, ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദികളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദൃശ്യം നമ്മൾ അറിയുന്നത് പ്രത്യേകമായിട്ടാണ്, അതുപോലെ നമ്മൾ അറിയുന്ന ഒന്നല്ല, അഥവാ നമ്മളാ ബോധത്താൽ അറിയപ്പെടുന്ന ഒന്നല്ല ഭഗവാൻ. ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ഓരോ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിങ്ങനെ നമ്മൾ ധരിക്കുമ്പോൾ അതൊക്കെ ആവാം, തുടക്കത്തില് വേണം. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈ ഭാവത്തിലേക്ക് വരണം. ഭഗവത് തത്വത്തെ അറിയുന്നവൻ ഭഗവത് ഭാവത്തെ പ്രാപിക്കുന്നു. ത്യക്വാ ദേഹം പുനർജന്മ ഏതി മാം ഏതി. ഉറപ്പായിട്ട് പറയുന്നു, അവര് പിന്നെ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല, പിന്നെ എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ വാക്ക് ശ്രദ്ധിച്ചോളൂ എന്നർത്ഥം. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇനി ഗീതയിൽ അത് എടുക്കുമ്പോൾ മറന്നുപോയെന്ന് പറയരുത്, ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മാം ഏതി എന്ന് പറഞ്ഞ അതിൻ്റെ അതേ ഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. ഭക്തന്മാർക്ക് ഇത് സാധിക്കുമെങ്കിൽ ഭക്തിയില്ലാത്തവരുടെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കണ്ടേ? അതാണ് ഭഗവാൻ പറയുന്നു, മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. കുറെ ശാസ്ത്രജ്ഞാനമൊക്കെ നേടി, കുറച്ച് സംസ്കൃത വാക്കുകളൊക്കെ പറയാൻ പഠിച്ചു, അല്ലെങ്കിൽ അല്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്നായിട്ട് പറയാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭക്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണ് മോഹിച്ചിടുന്നു. അല്ലേ? എവിടെയെങ്കിലുമൊക്കെ തർക്കിക്കാൻ വകയുണ്ടെങ്കിൽ ആരെങ്കിലെങ്കിലും ഒക്കെ ഇങ്ങനെ തന്റെ പാണ്ഡിത്യത്തെ വെളിവാക്കാനായിരിക്കും പിന്നെ അവരുടെ ശ്രദ്ധ. ഭഗവാനെ കുറിച്ച് അറിയാനോ ഭക്തിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ആയിരിക്കില്ല. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല. എന്തൊക്കെ സിദ്ധിക്കയില്ല? തത്വജ്ഞാനവും കൈവല്യവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് രണ്ടും രണ്ടായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. തത്വജ്ഞാനം വേറെ, കൈവല്യം വേറെ, അങ്ങനെയല്ല എന്നർത്ഥം. പിന്നെ തത്വജ്ഞാനപ്രാപ്തിയിലാണ് കേവലഭാവമാകുന്ന കൈവല്യം വരുന്നതെന്ന്. മനസ്സിലായില്ല? എന്താ ഈ കേവലഭാവം എന്ന് പറഞ്ഞത്? കേവലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേവലം 10 വയസ്സുള്ള കണ്ടിട്ടില്ലേ? അപ്പൊ കേവലം എന്ന് പറഞ്ഞാൽ മാത്രം, അത് മാത്രമായിരിക്കുന്ന അവസ്ഥയാണ് കേവലം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരിയായിട്ടുള്ള ഭാവം എന്തായിട്ട് അറിയേണ്ടപ്പോൾ ആത്മഭാവമാണ് ശരിയായ ഭാവം. അപ്പോൾ ഞാൻ ഈ ചൈതന്യം മാത്രമാണ് എന്ന അറിവ് നേരത്തെ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഭാര്യയുടെ അടുത്ത് ഞാൻ ഭർത്താവാണ്, അമ്മയുടെ അടുത്ത് ഞാൻ മകനാണ്, മകന്റെ അടുത്ത് ഞാൻ അച്ഛനാണ്, പേരക്കുട്ടിയുടെ അടുത്ത് മുത്തശ്ശനാണ്, ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ഓഫീസറാണ്. അല്ലേ? ഇതിനെല്ലാം മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തിത്വം ഇല്ലേ? അതിലേക്ക് മടങ്ങൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഭാവം അത് മാത്രമാണ് ഞാൻ എന്ന് പറയാൻ സാധിക്കുമെന്ന് ആലോചിച്ചു. ഞാൻ ഭർത്താവ് മാത്രമാണെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ ഇട്ടേക്കുവോ? കഴിഞ്ഞു അതോടുകൂടി അമ്മയും മകനുമായിട്ടുള്ള ബന്ധം. എന്നാൽ ഇനി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ മകൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാലോ കുടുംബകലഹമായി, പിന്നെ വീട്ടിലോട്ട് തിരിച്ച് കയറണ്ട. അപ്പൊ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു റോൾ ഞാൻ അതാണ്, അത് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഭാര്യയാണ്, ഭാര്യ മാത്രമാണ്. ഞാൻ ഭർത്താവാണ്, ഭർത്താവ് മാത്രമാണ്. പ്രപഞ്ചത്തിൽ നമുക്കുള്ള ലോകത്തിലെ അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു റോൾ നമുക്കതാണ് എന്ന് മാത്രമായിട്ട് പറയാൻ കഴിയുമെന്ന് ആലോചിക്കും. ഞാൻ അതാണ്, അത് മാത്രമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരൊറ്റ അവസ്ഥയിലാണ്. ഏത്? അഹം ബ്രഹ്മ അസ്മി. ഞാൻ ആ പരമാത്മ ചൈതന്യം. അവിടെയാണ് മാത്രം എന്നുള്ളതിന്റെ പ്രസക്തി, അവിടെയാണ് കേവലം എന്നുള്ള വാക്കിന്റെ പ്രസക്തി. അതിനെയാണ് കൈവല്യം എന്ന് സൂചിപ്പിക്കുന്നത്. കൈവല്യം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന മുക്തി, മോക്ഷം, അതിനെയാണ് കൈവല്യം. അല്ല, തത്വജ്ഞാനവും കൈവല്യവും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് ധരിക്കാതിരിക്കൂ. തത്വജ്ഞാന പ്രാപ്തി തന്നെയാണ് കൈവല്യം. അപ്പൊ കൈവല്യം എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്താണ്? കേവലഭാവം കൈവല്യം. ഇതൊക്കെ കുറിച്ചിട്ട് അതുപോലെ അങ്ങോട്ട് ഒന്ന് വിഴുങ്ങൂ. നാളെ യാതൊരു സംശയമില്ലാതെ ഇങ്ങനെ പറയാൻ കഴിയണം. കേവലഭാവം കൈവല്യം പറഞ്ഞുകൊണ്ട് നടന്നോളൂ. കുറച്ച് എന്തിനാ ഇനി സിനിമാ പാട്ടുമൊക്കെ മൂളിക്കൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കൂ. കേവലഭാവം കൈവല്യം അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും.
ഇപ്പൊ തത്വജ്ഞാനപ്രാപ്തിയോടെ കേവലഭാവത്തിൽ എത്താൻ കഴിയുന്നത് ആർക്കാണ്? ഭക്തന്മാർക്ക് മാത്രമാണ്. ഭക്തിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കൂ. പരമാത്മാവാം മമ ഹൃദയം, പരമാത്മാവായ എൻ്റെ ഹൃദയം. എന്താണ് അവിടെ? രാമഹൃദയം എന്നുള്ള ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരമാത്മാവാം മമ ഹൃദയം രഹസ്യം. രഹസ്യം എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായ മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. എന്തുകൊണ്ട്? ഭക്തിയില്ലാത്തവർക്ക് ഇത് കേട്ടാൽ വെറുതെ പരിഹാസമായിട്ട് മാത്രമേ, പിന്നെ ഇങ്ങനെയൊക്കെ ആര് പറഞ്ഞു, ചുമ്മാ വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനിടയാകും. ഈ ആടിനെ പട്ടിയാക്കിയ കഥ പോലെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്കും തോന്നും ഇതിലേതാ ശരി. അങ്ങോരിങ്ങനെയൊക്കെ പറയുന്നതാ, ഇവരിങ്ങനെയും പറയുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരോട് സംസാരിക്കാതെ ഇരിക്കൂ. അല്ലെ, ഇനിയും അങ്ങോട്ട് വരുന്നിടത്ത് കാണാം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം. എന്താ അവിടെ ദുർജന സംസർഗം എന്ന് സൂചിപ്പിച്ചത്? കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒന്നും അല്ല അവിടെ സൂചിപ്പിച്ചത്. പിന്നെ ഇതിൽ നിന്ന് നമ്മളെ വിമുഖരാക്കത്തക്കവണ്ണം സദാസമയവും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയാണ് അവിടെ. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും. പ്രാകൃത ജനങ്ങളുമായിട്ട് വസിച്ചാൽ എന്ത് പറ്റും? ഒട്ടും. അത് തന്നെ അപകടം. എന്തുകൊണ്ട്? അവർക്ക് എപ്പോഴും പ്രകൃതിജന്യങ്ങളായ കുറെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിരിക്കും താല്പര്യം. അതാ പ്രാകൃത ജനങ്ങളിൽ സൂചിപ്പിച്ചതാണ്. പ്രകൃതിയാൽ നയിക്കപ്പെടുന്നവർ, അല്ലാതെ അപരിഷ്കൃതർ എന്നൊരർത്ഥമില്ല പ്രാകൃത ജനങ്ങൾ എന്ന് പറയുന്നിടത്ത്. നമ്മൾ സാധാരണ മലയാളം വാക്കിലാണത് സൂചിപ്പിക്കുക. ശാസ്ത്രത്തിൽ പ്രാകൃത ജനങ്ങൾക്ക് പറയുമ്പോൾ പ്രകൃതി ഗുണങ്ങളാൽ മാത്രം നയിക്കപ്പെടുന്നവർ, പ്രകൃത്യ അവരിലുള്ള സഹജ വാസനകളെ കൊണ്ട് മാത്രം നയിക്കപ്പെടുന്നവർ, വിവേകശക്തിയെ അല്പം പോലും ഉപയോഗപ്പെടുത്താത്തവർ എന്നൊക്കെയാണ് അർത്ഥം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരന്മാരായി ഒക്കെ വരുന്നുണ്ട്. സൂചിപ്പിച്ചത് നമ്മുടെ വ്യവഹാരങ്ങളെ എല്ലാം ഇതിനനുസരിച്ച് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. സദാസമയം ഈ ലൗകിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്ന സുഹൃത്തുക്കളെയൊക്കെ ബോധപൂർവം ഒഴിവാക്കേണ്ടതായിട്ട് വരും. അഥവാ ശ്രദ്ധിക്കാതിരുന്നാൽ അവർ തനിയെ ഒഴിവായിക്കോളും. അങ്ങനെ ശ്രദ്ധിച്ചാലും മതി. പഴയ പോലെ വീട്ടിൽ വന്നിരുന്ന് കഥ പറയാൻ തുടങ്ങുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന രാമായണം കയ്യിലെടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് കർക്കിടക മാസം 31-ാം തീയതി കൊണ്ട് മാറ്റി വെക്കരുത് എന്ന് പറഞ്ഞത്. രാമായണമോ ഭഗവത്ഗീതയോ പ്രബുദ്ധ കേരളമോ മാതൃവാണിയോ ഒക്കെ ടീപ്പോയിൽ കാണണം. അപ്പൊ അവർ വന്നിരുന്ന് ചപ്പടാച്ചി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ യജ്ഞപ്രസാദങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. അതേതെങ്കിലുമൊക്കെ ഒന്ന് ടീപ്പോയെ വെച്ചാൽ അവർ ചപ്പടാച്ചി തുടങ്ങുമ്പോൾ നമ്മൾ വയ്യേറിനെ എടുത്തിട്ട് അപ്പൊ അവർക്ക് മനസ്സിലാകും പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അപ്പൊ നമ്മളവരെ ഉപേക്ഷിക്കണ്ട. പിന്നെ അടുത്ത വീട്ടിൽ ചെന്ന് പറയും, ഒരു രക്ഷയില്ല. തവണത്തെ രാമായണ സപ്താഹത്തിന് അതിൽ പോയത് വലിയ കുഴപ്പമായി, ഒരു രക്ഷയില്ല. ഇത് ബോധപൂർവം നമ്മൾ ചെയ്യണം. അതൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ഭക്തിയില്ലാത്തവരോട് ഇതൊരിക്കലും പറയരുത്. പരമമുപദേശമില്ലിതിന്മീതേ ഒന്നും. ഇതിനപ്പുറമായിട്ടൊരു ഉപദേശം തരാൻ ആർക്കുമില്ല. എന്താ ഈ നിർദ്ദേശം ഉപദേശം തമ്മിലുള്ള വ്യത്യാസം? ഉപദേശം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നു, നിർദ്ദേശം നിർദ്ദേശിക്കുന്നത്. ചെയ്യണമെന്ന് പറയുന്നതാണ് നിർദ്ദേശം എന്ന് പറയുന്ന പ്രസ്താവനകൾ മാത്രമാണ്. ഉപദേശം എന്ന് പറയുന്നതാണ് നിർബന്ധമായിട്ടും അനുസരിക്കേണ്ടത്. അതാണ് വ്യത്യാസം. ഉപദേശം അനുസരിക്കണോ വേണ്ടായോ എന്നുള്ള ചോയ്സ് ഇല്ല. നിർദ്ദേശം വേണമെങ്കിൽ അനുസരിക്കാം, അല്ലെങ്കിൽ അവഗണിക്കാം. ഗുരു ഉപദേശം എന്ന് പറഞ്ഞാൽ അത് ഉപദേശം നിർബന്ധമായും അനുസരിക്കാനുള്ളതാണ് ഉപദേശം. മറ്റേത് പ്രസ്താവനകളാണ്, വേണമെങ്കിൽ
ഗുരു നിർദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടത് തന്നെയായിരിക്കും. പക്ഷേ ഉപദേശവും നിർദ്ദേശവുമായിട്ട് തട്ടിക്കുമ്പോൾ ഉപദേശം നിർബന്ധമായിട്ടും അനുസരിച്ചിരിക്കണം, പിന്തുടരണം, ചിന്തിക്കണം. ഉപദേശത്തിന് വലിയൊരു സ്ഥാനമാണുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞ പരമമുപദേശമില്ലിതിന്മീതേ ഒന്നും. ഇതിനപ്പുറമായിട്ടൊരു ഉപദേശം ഇനിയും തരാൻ ആർക്കും സാധ്യമല്ല. അബ്സല്യൂട്ട് എന്ന് പറയുന്ന അതേ ഭാഷയിൽ ഭഗവാൻ പറയുകയാണ്, പരമമായ ഉപദേശം ഇതാണ്. പിന്നെ അതിൻ്റെ ഗുണമൊക്കെയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിശദീകരിക്കുന്ന സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഫലശ്രുതിയൊക്കെ സൂചിപ്പിച്ചു. പിന്നെ അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ഒരു 3 വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം, സമയം കൂടുതൽ അതിനെടുക്കുന്നില്ല. കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. എന്താ കിംക്ഷണന്മാർ എന്ന് പറഞ്ഞാൽ അല്പസമയം സാരമില്ല എന്ന് വിചാരിക്കുന്നവർ, അവർക്ക് ഒരിക്കലും വിദ്യയുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെങ്കിലും പോകാനൊക്കെ തയ്യാറായി ഒരുങ്ങി ഡ്രോയിങ് റൂമിൽ വന്നിരുന്നു. കൂടെ വരേണ്ടയാള് ഭാര്യയോ ഭർത്താവോ മക്കളോ ആരെങ്കിലുമൊക്കെ ആകാം. അവരപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വന്നു, ഇല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വന്നു. 10 മിനിറ്റ് മുൻവശത്ത് ഇരിക്കേണ്ടതായിട്ട് വന്നാൽ 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, അതെന്തിനാ വെറുതെ ഇരിക്കാം എന്ന് വിചാരിക്കരുത്. ആ 10 മിനിറ്റ് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞൊക്കെ തന്നെ ഒരു പ്രബുദ്ധ കേരളമോ ഒരു മാതൃവാണിയോ ഒരു തപോവൻ പ്രസാദമോ ഒക്കെ എടുത്തിട്ട് ആ 10 മിനിറ്റ് സമയം അവിടെ ഇരുന്ന് വായിച്ചുള്ളൂ. അപ്പൊ സമയത്തിന്റെ ഒരു ചെറിയ അംശം സാരമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും വിദ്യ ഉണ്ടാവുകയില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അതൊന്ന് എടുത്ത് സൂചിപ്പിച്ചത്. കിങ്കണന്മാരായിട്ടുള്ളോർക്ക് അർത്ഥവും ഉണ്ടായി വരാ. കിങ്കണന്മാര് എന്ന് പറഞ്ഞാല് 10 രൂപയല്ലേ ഉള്ളൂ, ഇതിപ്പോ അത് വെച്ചിട്ട് എന്താ കാര്യം? 90 ഉള്ളവർക്കാണെങ്കിൽ 10 കൂടെ ഉണ്ടെങ്കിൽ 100 തികയ്ക്കാം. 5 രൂപ കൈ വെച്ചോണ്ടിരിക്കുന്നവർക്ക് 10 രൂപ കിട്ടിട്ട് അത് നമുക്ക് അടിച്ചു. ഇങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരിക്കലും 90-ലെത്താൻ കഴിയില്ല. അപ്പൊ ധനത്തിന്റെ ഒരു ചെറിയ അംശത്തെ നിസ്സാരമാക്കി തള്ളുന്നവർക്ക് ഒരിക്കലും ധനവാനാകാൻ കഴിയുകയില്ല. പിന്നെയോ കിമൃണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം ഇർണം. അപ്പൊ അരുന്ന് 500 രൂപ എന്ന് വാങ്ങിച്ചത് അത് വെറുതെ അല്ലല്ലോ തന്നത്, ഞാൻ ചോദിച്ചിട്ടല്ലേ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ കടം വീട്ടാതിരിക്കും. 500 രൂപയുടെ കാര്യമല്ല, അവർക്കിപ്പോൾ നല്ല സൗകര്യം ഉണ്ടാവും. ഇപ്പൊ ഞാൻ 500 രൂപ കൊടുത്തില്ലെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ മനസ്സ് ഇങ്ങനെയുള്ള ചില ലെയിം എക്സ്ക്യൂസുകളൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ ചെറിയ കടമാണെങ്കിൽ പോലും അത് കടം ക്യാഷ് കൊണ്ട് മാത്രമല്ല, പിന്നെ ഇല്ലാതെയൊക്കെ ആവാം. ഒന്നുമില്ല, ഒരാൾ നമുക്കൊരു സൗകര്യം ചെയ്തു തന്നാൽ തിരിച്ചു തന്നാൽ അതിനൊരു വലിയ സൗകര്യമായത് കേട്ടോ, വലിയ ഉപകാരം, താങ്ക്സ് എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല അല്ലെ. പൊള്ളയായ താങ്ക്സ് പറയുന്നതിനേക്കാൾ ഭേദമാണ് വളരെ സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് അത്രയും ചെയ്തു. ഇത് പറയാതിരിക്കുന്നതും ഇതിന്റെ പരിധിയിൽ വരും എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. പൊതുവേ നമുക്കൊരു ഒരു സൗജന്യം സഹായം എന്നുള്ള വാക്കൊക്കെ വിട്ടോളൂ. നമ്മളോടൊരു പരിഗണന ഒരാൾ കാണിച്ചാൽ തിരിച്ചതിനൊരു നല്ല വാക്ക് പറയാൻ പൊതുവേ മടിയുള്ളവരാണ് ഇന്ത്യക്കാര്, അതിൽ പ്രത്യേകിച്ച് മലയാളികൾ. ഒരു നല്ല വാക്ക് പറയാൻ വേണ്ടാത്ത വാക്ക് പറയാൻ നല്ല മിടുക്കുമായിരിക്കും എന്നർത്ഥം. ഇപ്പൊ കിം ഋണന്മാർക്ക് എന്ന് സൂചിപ്പിച്ചത് കടത്തിന്റെ ഒരു ചെറിയ അംശം എന്ന് മാത്രം. ഈ തരത്തിലുള്ള കടമൊക്കെ അതിൽ വരും. നമുക്കൊരാളിൽ നിന്ന് ഋണം എന്ന് പറഞ്ഞാൽ പണം എന്ന് മാത്രമല്ല അർത്ഥം അല്ലേ. കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയില്ലേ, ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ആ കടം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം അല്ലേ. ഒരാളിൽ നിന്നൊരു സൗകര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ അക്നോളജ് ചെയ്യാന്ന്, അത് വേണം നമുക്ക്. പിന്നെ അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ എപ്പോഴും പൊതുവെ പറയാറുള്ള ഒരു വാചകം, സ്വീകരിച്ചയാള് റെസിപ്പിയന്റ് അതൊരിക്കലും മറക്കാൻ പാടില്ല, പക്ഷെ കൊടുത്തയാൾ ഡോണർ അത് ഓർമ്മ വയ്ക്കാനും പാടില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത് തിരിച്ചാണ്. കൊടുത്തത് നല്ല ഓർമ്മയുണ്ടാവും, കിട്ടിയത് ഭാര്യ പറയുമ്പോഴ അന്നത് കിട്ടിയില്ലേ, കിട്ടിയോ എനിക്കൊരു ഓർമ്മയില്ലല്ലോ, അയ്യോ കൊടുത്തത് എനിക്ക് നല്ല. ഇതൊക്കെ ഈ കടപ്പെട്ടിരിക്കുന്നതിൽ വരും, ശ്രദ്ധിക്കൂ എന്നറിയാം. ഒരിടത്ത് ഗുരുവായൂർ പോകുന്നു എന്ന് പറഞ്ഞു, അപ്പൊ സൗകര്യമായി. ഇന്നടത്ത് എൻ്റെ
ആളുണ്ട്, സൗകര്യമാണ്, അവിടെ പോയി താമസിച്ചോളൂ, ഒരു ദിവസം പോയിട്ട് വരാം, ഒറ്റയ്ക്കല്ലേ പോകുന്നു, പോയിട്ട് വരും. തിരിച്ചു ചെന്നാൽ പിന്നെ ആളിനെ കണ്ട ഭാവമേ ഇല്ല. അതല്ല, ഈ പറഞ്ഞാണ് കടപ്പെട്ടിരിക്കുന്നത്, സാരമില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും ഇല്ല, ചെന്നിട്ടൊരു വാക്ക് സൗകര്യമായി കേട്ടോ, നന്നായി, അത് വലിയ സൗകര്യമായിരുന്നു അങ്ങനെ പറഞ്ഞതെന്ന്. അവിടെ ചെന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, സന്തോഷം. ഈ ഒരു വാക്ക് പറയാനെങ്കിലും ഉള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതൊക്കെ നിസ്സാരമെന്ന് വിചാരിക്കുന്നവർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട്, ഇവിടെ പറയാമെന്ന് അറിയില്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നു. ഞങ്ങളൊക്കെ കൊല്ലത്തിനോട് അടുത്തുള്ളതുകൊണ്ടായിരിക്കും അവിടെ ഒരു ഫ്രേസ് ഉണ്ട്, എന്ത്, കൊടുത്താൽ, സാധാരണ ഒന്നും കിട്ടാത്തടമാണ് കൊല്ലം, കൊടുത്താൽ അവിടെയും കിട്ടും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെങ്കിലുമൊക്കെ കിട്ടും. പിന്നെയോ, കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ദേവന്മാരെ അവഗണിക്കുന്നവർ, പ്രാപഞ്ചിക ശക്തികളുടെ പ്രാധാന്യം കണക്കിലെടുക്കാതെ അവയൊക്കെ അവഗണിക്കും. ഈ 4 കൂട്ടരുടെ കാര്യം അവിടെ പ്രത്യേകം പറഞ്ഞു ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് അധ്യാത്മരാമായണത്തിൻ്റെ മാഹാത്മ്യം സൂചിപ്പിക്കുന്ന ഒരു വാചകം. എന്താണ്? അധ്യാത്മരാമായണമെന്ന പേരിതിന് ഇതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. ഇതിൻ്റെ പേരെന്താണ്? അധ്യാത്മരാമായണം. അത് അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാകും. ഭഗവാനെ കുറിച്ച് അറിയുന്നതിന് ഇതിന്റെ പഠനം സഹായിക്കും. അതന്നെയോ, പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസ്സും മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തിയും ഉണ്ടാകും. ഭൗതികമായ കുറെ നേട്ടവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൽ കൂടുതൽ ശ്രദ്ധ വരില്ല. പുത്രസമ്പത്ത്, ധനസമൃദ്ധി, എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും രാമായണം ഒന്ന് കേട്ടുകളയാം. എന്തുകൊണ്ട്? ധനസമൃദ്ധി എന്നും കൂടെ പറഞ്ഞു. പിന്നെ ദീർഘായുസ്, മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തി ഒക്കെ സഹായിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നു? രോചനാർത്ഥ ഫലശ്രുതി. ശ്രോതാക്കൾക്ക് ആ മാർഗത്തിൽ രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫലശ്രുതിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതിനെ ഒന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കാതിരിക്കൂ. തുടക്കക്കാരോടൊക്കെ പറയാം, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, അതുകൊണ്ട് ഇതൊക്കെ ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും, സ്വയമായിട്ട് മനസ്സിലാകും. എന്ത്? ഇതൊക്കെ നമ്മെ കളിപ്പിക്കാൻ പറഞ്ഞതാണ്. ഭക്തിയും വർദ്ധിച്ചിടും. ഇതിൻ്റെയൊക്കെ കൂടെ എന്ത് സംഭവിക്കും? ഭുക്തി മാത്രമല്ല, പിന്നെ ഭക്തിയും വർദ്ധിച്ചിടും. പിന്നെയോ ഒരിത്തി കൂടെ പറഞ്ഞു, ഭക്തിയും ഭുക്തിയും മാത്രമല്ല, പിന്നെ മുക്തിയും ലഭിച്ചിടും. എന്ന് പിന്നെ ഒരു കൈ നോക്കാം. എല്ലാം സാധിക്കുകയും ചെയ്യും, ഒടുവിൽ മുക്തിയും കിട്ടുമെങ്കിൽ പിന്നെ ഒരു ട്രയൽ ആവാം. എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ഇത് പറഞ്ഞിട്ടാണ് ഭഗവാൻ മഹാദേവൻ ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അവതാരഭാഗമൊക്കെയാണ് പിന്നെ വായിച്ചത്. ഭൂഭാരം വർദ്ധിച്ചപ്പോൾ എല്ലാവരും കൂടി ചെന്ന് ഭൂമിദേവിയുടെ നിർബന്ധം കൊണ്ട് ഭഗവാനോട് ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ എങ്ങനെയാ സ്തുതിച്ചത്? ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. പുരുഷസൂക്തത്തിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടെന്താ ഭഗവാനോട് പറഞ്ഞത്? സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാലാവതില്ല. ഇപ്പൊ മുക്തിക്ക് എന്താണ് വേണ്ടത്? ഭക്തിയാണ്. ഭക്തിയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം. ചേതസി
സദാകാലം ഭക്തവത്സല പോറ്റി. നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ. എന്താ സൂചിപ്പിച്ച അവിടെ ഭക്ത്യ എന്ന് സൂചിപ്പിച്ചത് മനസ്സിനെ ഉയർത്താനുള്ള ഭക്തിമാർഗങ്ങളെ, ബുദ്ധിയ എന്ന് സൂചിപ്പിച്ചത് ബുദ്ധിയെ ഉയർത്താനുള്ള ശാസ്ത്ര പഠനത്തെ. അപ്പോൾ മനസ്സും ബുദ്ധിയും ഒരേപോലെ ഉയർന്നെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിലെ വൈകൃതം, ഇംബാലൻസ് ഇല്ലാതാകുകയുള്ളൂ. അത് സൂചിപ്പിച്ചു ഭഗവാൻ.